നമസ്കാരം. അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ വനിതാ ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ വനിതാ വിഭാഗത്തിലെ ഒരു പ്രവർത്തകയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. നിരവധി വേദികളിൽ സജീവമായി പല പരിപാടികളിലും പങ്കെടുക്കുന്ന വ്യക്തിയാണെന്നാണ് അവരുടെ സാമൂഹ്യ മാധ്യമ പേജിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇന്നലെ വരെ ഈ വ്യക്തി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്നലെ ഒരു പ്രത്യേക വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വ്യക്തിയെ ഒന്ന് ശ്രദ്ധിക്കുവാൻ ഇടയായി. ഈ വ്യക്തി, അതായത് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ എന്ന ഈ സ്ത്രീക്കെതിരെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിശിതമായ വിമർശനങ്ങളാണ്. അതും പലപ്പോഴും അസഭ്യമായ ഭാഷയിൽ, ഒരു സ്ത്രീക്കെതിരെ പ്രയോഗിക്കുവാൻ പാടില്ലാത്ത ഭാഷയിൽ പോലും ഉള്ള വിമർശനങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രക്രിയ. അപ്പോൾ ഈ നജ്മ തബ്ഷീറ എന്ന ഈ അഡ്വക്കേറ്റ്, അഭിഭാഷക, മുസ്ലിം ലീഗിൻ്റെ വനിതാ വിഭാഗത്തിലെ പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക, നമ്മുടെ TCSലെ HR ആയിരുന്ന നിദാ ഖാനെ പോലെ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് മതപരിവർത്തന ലോബിയിലെ ജിഹാദികളെ അവർക്ക് നേരെ അഴിച്ചുവിട്ട് അവരെ ലവ് ജിഹാദിൽപ്പെടുത്തി ഭീഷണിപ്പെടുത്തി മതപരിവർത്തനം നടത്തുവാനുള്ള എന്തെങ്കിലും ഭീകര പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നോ? അത്തരത്തിലൊരു കുറ്റകൃത്യത്തിലും നജ്മ തബ്ഷീറ എന്ന ഈ അഭിഭാഷക ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല. അവരാകെ ചെയ്ത കുറ്റം വിഷു ദിനത്തിൽ മലയാളികൾക്കെല്ലാം ഐശ്വര്യസമൃദ്ധമായിട്ടുള്ള ഒരു വിഷു ആശംസിച്ചു ഒരു വീഡിയോയിലൂടെ. കഥ കഴിഞ്ഞു. അവരുടെ പേജിൽ കമൻറ്റുകളായി വരുന്ന പാഠം പഠിപ്പിക്കലുകളും അസഭ്യവർഷങ്ങളും ഉപദേശങ്ങളും മതേതരത്വത്തെ കാറ്റിൽ പറത്തുന്നു എന്നുള്ള തരത്തിലുള്ള കമൻറ്റുകളും. മതേതരത്വത്തിലേക്ക് ഞാൻ വരാം. മതേതരത്വത്തിനോട് എനിക്കും വലിയ അനുഭവമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന വ്യക്തികളിൽ പലരെയും മറ്റ് പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മതേതരത്വത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് കാണാമെന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അത്തരത്തിലുള്ള കമൻറ്റുകളുടെ വർഷമാണ്. അത് അസഭ്യമായിട്ടുള്ള കമൻറ്റുകളുണ്ട്, ഇത്തരത്തിലുള്ള പാഠം പഠിപ്പിക്കലുണ്ട്, കവറിൽ കോബ്ര വരും തുടങ്ങിയ, കവർ എന്ന് പറയുന്ന കബറാണ്, അതിനെ പരിഹസിച്ച് ട്രോളന്മാർ പറയുന്നതാണ്. കവറിൽ കോബ്ര വരുമെന്ന് അറിയില്ലേ, അനക്ക് മരിക്കണ്ടേ പെണ്ണെ തുടങ്ങിയ ഈ ഒരു രീതിയിലുള്ള കമൻറ്റുകളും പാഠം പഠിപ്പിക്കലുകളും, മോളെ നന്നായിക്കൂടെ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ച് മൗലിയാക്കന്മാരുടെ ഉപദേശങ്ങളും ഒക്കെയായിട്ട് അവരുടെ പേജിൽ ആകെ ബഹളമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഉപദേശത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കമൻറ്റ്, അത് വളരെ ശ്രദ്ധേയമായൊരു കമൻറ്റായിരുന്നു. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം, വളരെ നീണ്ടൊരു കമൻറ്റാണ്. അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് വായിക്കാം. ആ കമൻറ്റ് ഇട്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് അഫ്സലാൻ പാണ്ടിക്കടവെന്നാണ്. ആ കമൻറ്റിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: എന്തിനാണ് മലയാളികൾക്കെല്ലാം വിഷു ആശംസ? ഇത് കേരളത്തിൻ്റെ പൊതു ആഘോഷമാണോ? അങ്ങനെയെങ്കിൽ ഈ ആഘോഷത്തിൻ്റെ പിന്നിലെ ചരിത്രമെന്ത്? വിഷുക്കണിയിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒന്നുമില്ലല്ലോ. നജ്മ സഹോദര മതസ്ഥരുടെ ആചാരങ്ങളോടും ആഘോഷങ്ങളോടും സഹിഷ്ണുത കാണിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നതുമാണ് മതേതരത്വം. അവരുടെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും പങ്കുചേരുന്നതല്ല. ഈ ഒരു പരസ്പര വിരുദ്ധമായ വാക്കുകൾ കൊണ്ട് പുള്ളി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും സന്തോഷത്തിൽ പങ്കുചേരാൻ പാടില്ല എന്നാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അത് നീട്ടിപ്പരത്തി എഴുതിയപ്പോൾ ഇങ്ങനെയായിപ്പോയി. മതേതരത്വത്തിൻ്റെ മുഖംമൂടി മുഴുവനായിട്ട് അഴിഞ്ഞു വീഴരുത് എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി എഴുതിയതാണ്. ഇതാണ് ആ കമൻറ്റിൻ്റെ സാരാംശം. ഇനിയും അത് നീണ്ടു പോകുന്നുണ്ട്, ഉപദേശങ്ങളായി പറയുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഞമ്മക്കിത് ഹറാമാണ്, അതാണ് പ്രശ്നം. പക്ഷേ ഇതിലെ എനിക്കിഷ്ടപ്പെട്ടൊരു ചോദ്യം, ഇത് കേരളത്തിൻ്റെ പൊതു ആഘോഷമാണോ? അല്ല എന്ന് തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷു എന്നുള്ളത് ഒരു ഹൈന്ദവ ആഘോഷമാണ്, കേരളത്തിൻ്റെ പൊതു ആഘോഷമല്ല. പക്ഷേ ഇതിലൊരു മറുചോദ്യം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം എന്ന മതവും കേരളവുമായിട്ട് എന്ത് ബന്ധം? കാരണം ഭാരതത്തെ സംബന്ധിച്ച് ഇസ്ലാമും മറ്റ് പല മതങ്ങളും, മതം ഉൾപ്പെടെയുള്ള മതങ്ങൾ വൈദേശിക മതങ്ങളാണ്. ഇസ്ലാം അതിൽ പ്രത്യേകിച്ച് അധിനിവേശ മതമാണ്. കേരളത്തെ സംബന്ധിച്ച് ചെറിയൊരു വ്യത്യാസമുള്ളത്, കച്ചവടത്തിനായി വന്ന അറബികളിലൂടെ ഇവിടെ പ്രചരിച്ച മതമാണ്, അറബി കല്യാണങ്ങളിലൂടെ പ്രചരിച്ചൊരു മതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ അറബി കല്യാണം എന്നുള്ള ഒരു ആചാരത്തിൻ്റെ ഒരു വൃത്തികേട് 2013, 2014 കാലഘട്ടം വരെ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിൽ തുടർന്നിരുന്നു എന്നുള്ളതും സത്യമാണ്. ഇത്തരത്തിൽ പ്രചരിച്ചൊരു മതവും കേരളവുമായിട്ട് എന്ത് ബന്ധം എന്നൊരു ചോദ്യം ഈ അഫ്സലാനോട് തിരികെ ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം വാളെടുത്ത് അവൻ്റെ കൈയും കാലും വെട്ടാൻ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് പ്രേക്ഷകർ ആർക്കും അത്തരമൊരു അവസരം നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചോദിക്കുന്നു. ഇനി ശ്രീമതി നജ്മയിലേക്ക് തിരികെ വരാം. ശ്രീമതിയാണോ എന്ന് എനിക്കറിയില്ല. അഡ്വക്കേറ്റ് നജ്മയിലേക്ക് തിരികെ വരാം. അഡ്വക്കേറ്റ് നജ്മ ഈ ഒരു ആഘോഷത്തിന് ഒരു
വിഷു എന്നുള്ളത് ഹൈന്ദവ ആഘോഷമാണെങ്കിൽ തന്നെ ഒരു മലയാള മാസപ്പിറവി എന്നുള്ള രീതിയിലും കേരളീയരുടെ സമൃദ്ധിയിലേക്കുള്ള ഒരു പ്രതീക്ഷ എന്നുള്ള നിലയിലും ഒരു പൊതു ആഘോഷമായിട്ടാണ് വിഷുവിനെ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ മലയാളികൾ കാണുന്നത്. ജാതിമത ഭേദമന്യേ, ജാതിമതമല്ല മതഭേദമന്യേ. കാരണം ജാതി എന്നുള്ളൊരു വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത് മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മറ്റൊരു വിവാദത്തിനുള്ള സംവാദത്തിനുള്ള വിഷയമായതുകൊണ്ട് മാറ്റിവെക്കുന്നു. മതഭേദമന്യേ എല്ലാവരും വിഷുവിനെ ഐശ്വര്യത്തിൻ്റെ ഒരു ദിനമായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ കൃഷ്ണനെ തൊഴുതാലും അള്ളാഹുവിനെ പ്രാർത്ഥിച്ചാലും ഒരേ ഫലമാണെന്നാണ് ഹിന്ദുവിൻ്റെ വിശ്വാസം. അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കുക. ഈ മതത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നവരുടെ മറ്റൊരു മുഖം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അഫ്സലാനൊക്കെ ഒരുപക്ഷെ മറ്റ് പലയിടങ്ങളിലും ഏതെങ്കിലും ഹിന്ദു പെൺകുട്ടി റംസാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു, മാഷാ അള്ളാ അവിടെ വിളിക്കാൻ ഈ അഫ്സലാനെ പോലുള്ളവർ മുൻപിൽ കാണും. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഓരോ വരിക്കിടയിലും മതേതരത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് നജ്മയെ പോലുള്ളവർക്ക് പാഠം പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പാഠമെടുക്കുന്നത്. ഇത്തരത്തിലുള്ള മതേതരത്വത്തിൻ്റെ ഒരു കപടമുഖം ഇതിലൂടെ വെളിവാകുന്നു. കുറച്ചു കാലം മുമ്പ് വരെ എല്ലാ കാലത്തും ഇവർ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും അവരുടെ മതത്തിൻ്റെ കാര്യത്തിൽ, മതത്തിൻ്റെ അനാചാരങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറല്ല. കാരണം പണ്ട് നമ്മുടെ പല വിമർശകരും പറയുന്നത് പോലെ ഇത് മുല്ലമാരുടെ മതമാണ്, അള്ളായുടെ മതമല്ല. അള്ളാ എന്നുള്ളത് ഗോത്രകാലത്തുള്ള അള്ളായുടെ ദൈവീകത്വത്തെ പ്രതീതിയാണ് അവർ, ഈ വിമർശകർ, ഇസ്ലാമിൻ്റെ വിമർശകർ പറഞ്ഞിരുന്നത്. ഇത് മുല്ലമാരുടെ മതമാണ്. ഈ മുല്ലമാരുടെ മതത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല അവരുടെ ആചാരങ്ങളും അനാചാരങ്ങളും അനുഷ്ഠിക്കുന്നതിൽ. ഈ അനാചാരങ്ങളുടെ കൂട്ടത്തിലും ആചാരത്തിൻ്റെ കൂട്ടത്തിലും ഏറ്റവും പ്രാധാന്യമുള്ളത് അവരുടെ കാര്യങ്ങൾ, അതായത് അവരുടെ നമസ്കാരവും അവരുടെ ശീലങ്ങളും അല്ലെങ്കിൽ അവരുടെ ചിട്ടവട്ടങ്ങളും അത് അതേപടി പിന്തുടർന്നില്ലെങ്കിൽ പോലും മറ്റ് മതസ്ഥരെ അംഗീകരിക്കരുത്, മറ്റ് മതത്തിലെ ദൈവങ്ങളെ യാതൊരു തരത്തിലും അംഗീകരിക്കരുത്. ഇതിലൊന്നും ഒരു കുഴപ്പവുമില്ല. ഇതെല്ലാം അവനവൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കാലത്തോളം ഒരു മുസൽമാൻ അല്ലെങ്കിൽ മറ്റൊരു മതക്കാരൻ വീടിൻ്റെ അകത്തിരുന്ന് അള്ളാഹു, കൃഷ്ണൻ എന്നൊരു ദൈവമില്ല, നീ മാത്രമാണ് ദൈവമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അതവൻ്റെ അവകാശമാണ്. അവൻ്റെ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ആ പ്രാർത്ഥന ഒതുങ്ങുന്നത് വരെ, അത് മൈക്ക് കെട്ടി നമ്മളോട് വിളിച്ചു പറയുവാനുള്ള അവകാശം വരെ ഇപ്പോൾ അവർക്ക് ഈ നാട്ടിലുണ്ട്. അതായത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. അത് പക്ഷേ അതിൻ്റെ ഒരു തമാശ മറ്റൊരു അവസരത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇപ്പോൾ അത് മൈക്ക് കെട്ടി വിളിച്ചു പറയുവാനുള്ളൊരു അവകാശം പോലും അവർക്കുണ്ട്. എന്നിരുന്നാൽ പോലും അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ ഉത്സവങ്ങളിൽ ആചാരങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പങ്കെടുത്താൽ ഇവർ അസ്വസ്ഥരാകും, ചീത്ത വിളിക്കും, ബഹളമുണ്ടാക്കും, ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കും. എന്നാൽ മറ്റ് മതത്തിൽപ്പെട്ട ആരെങ്കിലും ഇവരുടെ ഏതെങ്കിലും ഒരു ആചാരാനുഷ്ഠാനം ഏതെങ്കിലും തരത്തിൽ, അത് തെറ്റായിട്ട് തന്നെയാണെങ്കിലും പിന്തുടർന്നാൽ അവിടെ പോയി മാഷാ അള്ളാ വിളിച്ച് സന്തോഷം പ്രകടിപ്പിച്ച് പൂക്കളും വാരി എറിഞ്ഞ് പടക്കവും പൊട്ടിച്ച് ആനമയിലൊട്ടകം ഇറക്കി ആഘോഷിക്കും ഇവർ. ഈ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ, ഇതിൻ്റെ ഒരു നേർക്കാഴ്ച കുറച്ചു കാലം മുമ്പ് ആറ്റുകാൽ പൊങ്കാല നടന്നപ്പോഴും നാം കണ്ടിരുന്നു. റിനീഷ റഹീമാൻ എന്ന ഒരു നടി പൊങ്കാലയർപ്പിക്കുവാനായിട്ട്, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുവാനായി വ്രതശുദ്ധിയോടെ എത്തിയപ്പോൾ ആ വിവരം അവരുടെ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ സന്തോഷപൂർവ്വം പങ്കുവച്ചിരുന്നു. അവർക്ക് നേരെ ഉണ്ടായ ആക്രമണവും അസഭ്യവർഷവും ഒരു സാധാരണ വ്യക്തിക്ക് കണ്ടാലും കേട്ടാലും വിശ്വസിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. അത് നാം കണ്ടതാണ്. അതിനെ സംബന്ധിച്ച് തത്വമയി ന്യൂസ് തന്നെ ഒരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. വാർത്തയും അതിൻ്റെ വിശകലനങ്ങളും ആയിട്ട് 1-2 വീഡിയോകൾ ആ വിഷയത്തെക്കുറിച്ച് നാം ചെയ്തിരുന്നു. തത്വമയി ന്യൂസ് തന്നെ ചെയ്തിരുന്നു. ഇനി ഈ ഒരു ഇരട്ടത്താപ്പിലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഇരട്ടത്താപ്പിനെ പലപ്പോഴും അതവരുടെ സ്വഭാവമാണ്, അതിനെ ഒരു സാമാന്യവൽക്കരിക്കുന്ന രീതിയിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. ഇതൊരു സ്വഭാവവുമല്ല, ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി, പുറത്തേക്ക് എടുക്കണ്ട. മതേതരത്വത്തിന്, റംസാൻ നോമ്പിന് ഇല്ലാത്ത വിഷമം, ഹിന്ദു പെൺകുട്ടി റംസാൻ നോമ്പെടുക്കുമ്പോൾ ഇല്ലാത്ത വിഷമം ഒരു ഹിന്ദു പെൺകുട്ടി വിഷു ആശംസിക്കുമ്പോഴോ അല്ലെങ്കിൽ കണി കാണുമ്പോഴോ പൊങ്കാലയിടുമ്പോഴോ ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് ശക്തമായി തന്നെ ഇവരുടെ മുഖത്ത് നോക്കി പറയണം, സഭ്യമായ ഭാഷയിൽ. അവരെന്ത് അസഭ്യം വിളിച്ചാലും ഇത് തന്നെയാണ് സത്യമായ കാര്യം. അതിൽ ഒരു മുല്ലയുടെയും മൗലവിയുടെയും തീർപ്പോ തീരുമാനമോ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ ആശംസകൾ നേരുന്നവർ തന്നെ പറഞ്ഞു തുടങ്ങണം.
മണ്ഡലത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ പൊതുസമൂഹവും ഇത് പറഞ്ഞു തുടങ്ങണം. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പരിഹാരം. കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ളൊരു മത തീവ്രത ഇവർ പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും വിശ്വാസം, ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 ചുമരുകൾക്കുള്ളിൽ എത്ര തീവ്രമായ വിശ്വാസം ഇവർ വെച്ച് പുലർത്തിയാലും അതവരുടെ അവകാശമായി അംഗീകരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതാണ് വേണ്ടതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വ്യക്തിപരമായി. അവരുടെ വീട്ടുപടിക്കൽ നിന്ന് ഈ തീവ്രത പുറത്തേക്കിറങ്ങുമ്പോൾ അത് സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാകുന്നു. ആ തീവ്രത അവർ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാരണം മതവ്യാപനം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഞങ്ങളുടെ മതം മാത്രം മതി, ഞങ്ങൾ ചെയ്യുന്ന ആചാരങ്ങളും ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും അത് എത്രത്തോളം ഗോത്രവർഗ സ്വഭാവമുള്ളതാണെങ്കിലും 6-ാം നൂറ്റാണ്ടിൻ്റെ അതേ തനിപ്പകർപ്പാണെങ്കിലും അത് മാത്രം മതി ഈ നാട്ടിൽ, അത് മാത്രമാണ് ശരി എന്നുള്ളൊരു വിശ്വാസം, ഒരു ധാരണ സമൂഹത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗം മാത്രമാണ് ഈ തീവ്രതയുടെ പ്രകടനം, പരസ്യ പ്രകടനം. അത് നജ്മ തബ്ഷീറയോടായിക്കോട്ടെ, റിനീഷ റഹ്മാനോടായിക്കോട്ടെ, അല്ലെങ്കിൽ നോമ്പെടുക്കുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ അനുകൂലിക്കുന്ന സന്തോഷ പ്രകടനങ്ങളിലാവട്ടെ, ഇതിലെല്ലാം പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ളൊരു മനോഭാവമാണ്. ഒരു സമൂഹത്തിൻ്റെ മേൽ മതത്തിൻ്റെ ആധിപത്യം പതുക്കെ പതുക്കെ സ്ഥാപിച്ചെടുക്കുക. പണ്ടിവരത് വാളുകൊണ്ട് സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. പല പുരാതന സംസ്കാരങ്ങളെയും ആ അധിനിവേശങ്ങളിലൂടെ നശിപ്പിച്ച് നാമാവിശേഷമാക്കി ഭാരതത്തിൻ്റെ കാര്യത്തിൽ മാത്രം അമ്പേ പരാജയപ്പെട്ടു പോയി വാളിൻ്റെ വഴിയിൽ ഇത് പൂർണ്ണമായി ഭാരതത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൽ. ഇപ്പോൾ വാള് മാറ്റിവെച്ച് തേൻ പുരട്ടിയ കത്തി പിന്നിൽ ഒളിപ്പിച്ച് വെച്ച് ഒരു പുഞ്ചിരിയുമായി മതേതരത്വത്തിൻ്റെ മുഖംമൂടിയും അണിഞ്ഞ് അവരതിന് ശ്രമിക്കുന്നു. അതിൻ്റെ ബഹിർസ്ഫുരണങ്ങളിൽ ഒരു ബഹിർസ്ഫുരണം മാത്രമാണ് ഇത്തരത്തിൽ നജ്മ തബ്ഷീറായ പോലുള്ളവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം. കാരണം മറ്റൊരു മതത്തിൽ ഇപ്പോൾ നജ്മയ്ക്ക് പകരം നളിനി റംസാൻ ആശംസ നേർന്നാൽ, നല്ലത് സഹോദരി, എന്തിനാണ് നിങ്ങൾ എനിക്ക് റംസാൻ ആശംസ നേരുന്നത്? നിങ്ങളുടെ മതം ഹിന്ദുമതമല്ലേ? ഹിന്ദുമതപ്രകാരം നിങ്ങൾക്ക് റംസാൻ ആശംസ നേരേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഈ നേരത്തെ പറഞ്ഞ കേരളവുമായി എന്ത് ബന്ധം എന്ന് കമൻ്റിട്ട വ്യക്തി ചോദിക്കുന്നത് നിങ്ങൾ കാണില്ല. ആ വ്യക്തി എന്നല്ല, ഇത്തരത്തിൽ ഉപദേശവും അസഭ്യവർഷവുമായി ഈ അഭിഭാഷകയുടെ പേജിൽ വിളയാടുന്ന ഒരാളെയും നിങ്ങൾ അത്തരത്തിലൊരു ചോദ്യവുമായി കാണില്ല. അവിടെയാണ് ഈ മതേതരത്വത്തിൻ്റെ പ്രശ്നം. ഇനി ചിന്തിക്കേണ്ടത് ഹിന്ദുക്കളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ 10 ലൈക്ക് കൂടുതൽ കിട്ടും, ഞങ്ങൾക്ക് പ്രശസ്തി ലഭിക്കും എന്നുള്ള കാര്യം മാത്രം മുൻനിർത്തി ഇന്നലെ മുതൽ എൻ്റെ മകൾ നോമ്പെടുത്ത് തുടങ്ങി എന്നൊക്കെയുള്ള നിരവധി പോസ്റ്റുകൾ ഞാൻ കാണാറുണ്ട്. ഒരു കുഴപ്പവുമില്ല, അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇത്തരത്തിലൊരു പ്രതിഭാസം മറുവശത്തുള്ളപ്പോൾ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളൊരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത്തരത്തിലൊരു പ്രവൃത്തിക്ക് നിങ്ങൾ മുതിരില്ല. കാരണം ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അങ്ങോട്ടേക്ക് മാത്രം ഇൻകമിങ് ഓക്കെ, ഔട്ട് ഗോയിങ് നോ എന്നുള്ള രീതിയിലുള്ളൊരു മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു മതവിഭാഗക്കാരോട്, ഇത്തരത്തിലുള്ള ഭീകരവാദികളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരസം നമ്മൾ മുന്നോട്ട് വെച്ചാൽ അതവരത് ഒരു പഴുതായി ഉപയോഗിച്ച് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും അപമാനിക്കുവാനും ഇല്ലാതാക്കുവാനും ഉള്ളൊരു ശ്രമത്തിൻ്റെ തുടർച്ചയായി തന്നെ മുന്നോട്ട് പോകും. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നിരവധിയുണ്ട്. ഞാൻ മനഃപൂർവ്വം വായിക്കാത്തതാണ്. കൊണി എന്ന് പറഞ്ഞ് അക്ഷരത്തെറ്റ് വരുത്തി തുടങ്ങുന്ന നിസ്സാരമായിട്ടുള്ള നിഷ്കളങ്കമെന്ന് തോന്നുന്ന കമൻറ്റുകൾ മുതൽ പച്ചത്തെറി വരെ വിഷു എന്ന ആഘോഷത്തെ സംബന്ധിച്ചും ശ്രീകൃഷ്ണനെ സംബന്ധിച്ചുമുള്ള പച്ചത്തെറികൾ വരെ ആ പേജിൽ ഞാൻ കണ്ടിരുന്നു. പലതും അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അഭിഭാഷക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പലതിൻ്റെ സ്ക്രീൻഷോട്ട് ലഭ്യമാണ്. പക്ഷേ അതൊന്നും പൊതുമണ്ഡലത്തിൽ പ്രദർശിപ്പിക്കുവാൻ സാധിക്കില്ല. അമ്മാതിരിയുള്ള അസഭ്യവർഷമാണ്. ഇത്തരത്തിലുള്ളൊരു മനോഭാവവുമായി നടക്കുന്നവരെ ഒരു തരത്തിലുള്ള സമരസത്തിലൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ പൂർണ്ണമായ ഭാഗമാക്കുവാൻ സാധിക്കില്ല. ബഹുസ്വരത എന്നുള്ളത് അവരവരുടെ സ്വന്തം മതത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്, ഒരു കപടത മാത്രമാണ്. ആ ഒരു കപടത ഉൾക്കൊണ്ടുകൊണ്ട് സമീപിക്കുന്നവരെ സമൂഹത്തിൽ അകറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ നമ്മുടെ മുൻപിൽ മറ്റൊരു മാർഗവുമില്ല. ഇല്ലെങ്കിൽ മറ്റ് പൗരാണിക സംസ്കാരങ്ങൾ പലതും ഇവർ കാർന്നു തിന്നും അധിനിവേശം നടത്തിയും തീവച്ചും ഇല്ലാതാക്കിയതുപോലെ ഇത്തരത്തിൽ തേൻ പുരട്ടിയ ചിരിയുമായി വന്ന് പിന്നിൽ നിന്ന് കത്തി കുത്തി ഇറക്കി ഇവർ നമ്മുടെ
പൗരാണികമായ സംസ്കാരത്തെയും ഇല്ലാതാക്കുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ തീവ്രമാക്കും. നമ്മുടെ സംസ്കാരം അതിജീവിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ശക്തിയുടെ പിൻബലത്തിൽ മാത്രമാണ്. നമ്മുടെ ആരുടെയും ഒരു സജീവമായ കാർമ്മികത്വം കൊണ്ടല്ല അത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ പൂർവികരുടെ ധൈര്യപൂർവമായിട്ടുള്ള ഇടപെടലുകളും ധീരമായ ചെറുത്തുനിൽപ്പുകളും അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. അതും മറ്റൊരു അവസരത്തിലേക്കുള്ള വിഷയമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നടപടി ഇവരെ പൂർണ്ണമായും അകറ്റി നിർത്തുക, ഒരു തരത്തിലുള്ള പ്രോത്സാഹനവും അവരുടെ ആചാരങ്ങൾ നല്ലതാണ് എന്ന് പോലും അവരോട് പറയാതിരിക്കുക. അവരുടെ ആചാരങ്ങൾ അവർക്ക് നല്ലതാണെങ്കിൽ നല്ലത്, ഗുഡ് ഫോർ ദം. അവരവരുടെ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ അത് ഒതുക്കട്ടെ. അല്ലെങ്കിൽ അത് പൊതുമണ്ഡലത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതിനോട് യാതൊരു തരത്തിലും പ്രതികരിക്കാൻ പോകണ്ട. സകാരാത്മകമായിട്ടും നകാരാത്മകമായിട്ടും പ്രതികരിക്കാൻ പോകണ്ട. കാരണം ഏത് പ്രതികരണവും ഇവരൊരു പഴുതായി എടുക്കും. സകാരാത്മകമായി പ്രതികരിച്ചാൽ അടുത്ത ഉടനെ മതം മാറ്റത്തിനായി നിങ്ങളുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ള വഴികളായിരിക്കും ഈ നിദാഖാനെ പോലുള്ള TCSൻ്റെ നിദാഖാനെ പോലുള്ളവർ അന്വേഷിക്കുക, അല്ലെങ്കിൽ അഖിലയുടെ കൂട്ടുകാരിയെ പോലുള്ളവർ അന്വേഷിക്കുക. അഖിലെ മറക്കരുത്, ഹാദിയായ അഖിലെ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ ഒന്ന് സമീപിക്കണമെന്ന് തോന്നി. പ്രേക്ഷകരുടെ അഭിപ്രായം ഈ കാര്യത്തിൽ എന്താണെന്നുള്ളത് അറിയുവാൻ തീർച്ചയായും താല്പര്യമുണ്ട്. കമൻറ്റുകളിലൂടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.